നമ്മുടെ പാവലിലെ ഒരു പാവയ്ക്ക് മൂത്തിട്ടുണ്ട്. അപ്പോൾ ഇന്ന് അത് പറിച്ചിട്ട് നമുക്ക് കറി വെക്കണം. അപ്പോൾ ഞാൻ ആ കൂടത്തിൽ നിങ്ങൾക്കൊരു ട്രിക്കും കൂടി പറഞ്ഞുതരാം. ഇതുണ്ട് എൻ്റെ പാവലെല്ലാം ഞാൻ കുപ്പി കെട്ടിയിട്ടിരിക്കുന്നത്. ഇതെന്താണെന്നായിരിക്കില്ല ഇപ്പം കുറച്ച് പേരെങ്കിലും ആലോചിക്കുന്നുണ്ടായിരിക്കും, കുറച്ച് പേർക്കൊക്കെ അറിയായിരിക്കും. നമ്മുടെ വെള്ളം കുപ്പിയുടെ അടിഭാഗം മുറിച്ച് കളയണം. ഞാനിപ്പോൾ മുറിച്ചപ്പോൾ കുറച്ച് കൂടിപ്പോയി, ഇത്രയും കയറ്റി മുറിക്കണ്ട. മുറിച്ചിട്ട് അതിൻ്റെ വായ്ഭാഗത്തൊരു കയറ് കെട്ടിയിട്ട് നമ്മുടെ പാവയ്ക്ക ചെറിയ പാവയ്ക്കയിൽ വിരിഞ്ഞു വരുന്നതിൽ അത് വായ്ഭാഗത്തൂടെ കയറ്റിയിട്ട് നമുക്ക് കെട്ടിയിട്ട് കൊടുക്കാം. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മളിത് എന്തിനാണ് ചെയ്യണേന്ന് നിങ്ങൾക്ക് മനസ്സിലായി. നമ്മുടെ പാവലൊക്കെ നമ്മൾ ആറ്റുനോറ്റ് പാവൽ നട്ട് വെച്ച് പൂ വരുന്നതും കാ വരുന്നതും നോക്കിയിരിക്കും. അപ്പോൾ എന്തോ വരും, ഈച്ച വരും. നമ്മുടെ പാവയ്ക്കെല്ലാം ഈ ഈച്ച കുത്തിക്കൊണ്ട് പോകും. അങ്ങനെ നമ്മൾ നോക്കിയിരിക്കുന്ന പാവയ്ക്കയിൽ ഈച്ച കുത്തുന്നത് എന്ത് കഷ്ടമാണല്ലേ. നമുക്ക് ഈ മഴക്കാലത്ത് പേപ്പറുകൾ കെട്ടി തൂക്കിയിടുന്നുണ്ട് നമ്മൾ നേരത്തെ മുതൽ ചെയ്യണം. പക്ഷെ നമ്മൾ ഈ മഴക്കാലത്ത് പേപ്പറുകൾ കെട്ടി നോക്കിയിട്ടാൽ അത് ഒരുപാട് നാൾ നിൽക്കില്ല, മഴ നനഞ്ഞ് കുതിർന്നു പോകും. അപ്പോൾ അതിന് പകരം നമുക്കിങ്ങനെ കുപ്പികൾ കെട്ടി തൂക്കിയിടുകയാണെങ്കിൽ ഈച്ചയുടെ ശല്യം ഉണ്ടാവുകയും ചെയ്യില്ല. പാവയ്ക്കൊക്കെ അത്യാവശ്യം നല്ല വെയിലൊക്കെ കൊണ്ട് തന്നെ നമ്മുടെ പാവയ്ക്ക വളരുകയും ചെയ്യും. അതിനാണ് കേട്ടോ നമ്മൾ ഈ പാവയ്ക്ക ഇങ്ങനെ കെട്ടി തൂക്കിയിടുന്നത്. ഇനി മുതൽ നിങ്ങളും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. അങ്ങനെ ഈച്ചയ്ക്കൊന്നും കൊടുക്കാതെ കുപ്പി കെട്ടിയിട്ട് നമ്മുടെ പാവയ്ക്കയാണ് കേട്ടോ ഇത്.